നമസ്കാരം. രാഷ്ട്രീയ നാടകങ്ങളുടെയും വ്യാജ ഇരവാദങ്ങളുടെയും ഉത്തമ ഉദാഹരണമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പുതിയ പ്രസ്താവന മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തിന്റെ ക്രമസമാധാനവും സുരക്ഷയും തകർക്കാൻ ലക്ഷ്യമിട്ട് പാർലമെന്റ് മാർച്ചിന്റെ പേരിൽ അക്രമവും കല്ലേറുമായി ഇറങ്ങിയ അരാജകവാദികളെ പോലീസ് തടഞ്ഞപ്പോൾ അത് കുട്ടികളുടെ മേലുള്ള അതിക്രമമായി ചിത്രീകരിച്ച് മുതലക്കണ്ണീർ ഒഴുക്കുകയാണ് ഖാർഗെ. തന്റെ പിറന്നാൾ ആഘോഷിക്കില്ല എന്ന പ്രഖ്യാപനത്തിലൂടെ ജനങ്ങളുടെ സഹതാപം പിടിച്ചുപറ്റാമെന്നാണ് ഖാർഗെ കരുതുന്നത്. എന്നാൽ ദശാബ്ദങ്ങളായി രാജ്യത്തെ അഴിമതിയിലും സ്വജന പക്ഷപാതത്തിലും മുഖ്യ കോൺഗ്രസ് പാർട്ടിയുടെ ഈ കാപട്യം ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും സാധാരണക്കാരായ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്വന്തം അണികളെ കൊണ്ട് നിയമം കയ്യിലെടുപ്പിക്കുകയും രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് ഈ സംഭവത്തിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാകുന്നത്. രാജ്യത്തിന്റെ തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയ സംഭവങ്ങൾ യാദൃച്ഛികമല്ല. കോൺഗ്രസും സഖ്യകക്ഷികളും ചേർന്ന് ബോധപൂർവം നടപ്പിലാക്കിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണത്. പാർലമെന്റ് മാർച്ചിന്റെ പേരിൽ തെരുവിൽ അക്രമം അഴിച്ചുവിട്ടവരെയാണ് ഖാർഗെ തന്റെ പ്രസ്താവനയിലൂടെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്. സമാധാനപരമായ പ്രതിഷേധത്തിന്റെ മറവിൽ പോലീസിനു നേരെ കല്ലെറിയുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്ത അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ കൊലപാതകമാണെന്ന് മുറവിളി കൂട്ടുന്നവർ എന്ത് യുക്തിയാണ് പറയുന്നത്? ക്രമസമാധാനം പാലിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അക്രമം അഴിച്ചുവിടുന്നവർക്ക് സംരക്ഷണം നൽകുന്ന നിലപാട് ആണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അക്രമികളെ കർശനമായി നേരിടാൻ തന്നെയാണ് ഭരണകൂടത്തിന്റെ തീരുമാനം. കോൺഗ്രസിന്റെ ഇത്തരം വില കുറഞ്ഞ നാടകങ്ങൾ വിലപ്പോവില്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് സംസാരിക്കാൻ കോൺഗ്രസിന് യാതൊരുവിധ ധാർമ്മിക അവകാശവുമില്ല എന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. ദശാബ്ദങ്ങളോളം രാജ്യം ഭരിച്ച കോൺഗ്രസ് ഭരണകാലത്ത് വിദ്യാഭ്യാസ മേഖല ഏറ്റവും വലിയ അഴിമതികളുടെ കൂത്തരങ്ങായി മാറിയിരുന്നു. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഭാവി ഇരുട്ടിലാക്കിയത് അന്നത്തെ ഭരണാധികാരികളുടെ ഒത്താശയോടെയായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം വിദ്യാഭ്യാസ മേഖലയിലും റിക്രൂട്ട്മെന്റ് പ്രക്രിയകളിലും സമാനതകളില്ലാത്ത സുതാര്യതയാണ് കൊണ്ടുവന്നത്. പരീക്ഷാ തിരിമറികൾക്കെതിരെ രാജ്യത്ത് ഇതുവരെ ഇല്ലാത്തത്ര കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കുകയും കുറ്റക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്തു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ശക്തമായ നടപടികളിലൂടെ അഴിമതിയുടെ വേരറുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയാതെ ഇത്തരം സമര നാടകങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖമാണ് പുറത്തു കൊണ്ടുവരുന്നത്. യുവജനങ്ങളുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്ന ഖാർഗെ തങ്ങളുടെ മുൻകാല ഭരണകാലത്തെ കറുത്ത അധ്യായങ്ങൾ സൗകര്യപൂർവ്വം മറച്ചുപിടിക്കുകയാണ്. ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും സംരക്ഷകരായി സ്വയം പ്രഖ്യാപിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ ഏറ്റവും കൂടുതൽ കശാപ്പ് ചെയ്തവരാണ് എന്നത് ചരിത്രമാണ്. അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകൾ സമ്മാനിച്ച പാർട്ടിയാണ് ഇന്ന് ജനാധിപത്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വരുന്നത്. പാർലമെന്റിൽ സർക്കാരുമായി ചർച്ച നടത്താൻ തയ്യാറാകാതെ ഒളിച്ചോടുകയും പുറത്ത് അക്രമങ്ങൾ സംഘടിപ്പിച്ച് അത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയാക്കി മാറ്റുകയും ചെയ്യുന്ന തന്ത്രമാണ് കോൺഗ്രസ് എന്നും പയറ്റിയിട്ടുള്ളത്. രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് ഇത്തരം സമരങ്ങളിൽ അരങ്ങേറുന്നത്. ഖാർഗെയുടെ പിറന്നാൾ ആഘോഷിക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രസ്താവന പൂർണ്ണമായും ഒരു രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമാണ്. രാജ്യത്ത് എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാതെ സ്വന്തം അണികളുടെ കയ്യടി മാത്രം ലക്ഷ്യമാക്കി നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസിനെ കൂടുതൽ താഴ്ചയിലേക്കാണ് നയിക്കുന്നത്. ജനാധിപത്യത്തിന്റെ മാതാവെന്ന് ഇന്ത്യയെ വിശേഷിപ്പിക്കും ആ മാതാവിന്റെ മക്കളെ തെരുവിലഴിച്ചുവിട്ട് അക്രമം കാണിക്കുന്നവർ തന്നെയാണ് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹം ചെയ്യുന്നത്. ദേശീയ സുരക്ഷയെയും രാജ്യത്തിന്റെ അഖണ്ഡതയും ബാധിക്കുന്ന വിഷയങ്ങളിൽ പോലും രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ശൈലിയാണ് കോൺഗ്രസിന്റേത്. രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തികൾക്കും പിന്തുണ നൽകുന്ന സമീപനമാണ് കോൺഗ്രസ് കാലങ്ങളായി തുടരുന്നത്. പാർലമെന്റ് മാർച്ചിന്റെ പേരിൽ അക്രമം അഴിച്ചുവിട്ടവരെ പിന്തുണച്ചുകൊണ്ട് ഖാർഗെ നടത്തുന്ന പ്രസ്താവന ഇതിന്റെ ഏറ്റവും പുതിയ തെളിവ് കൂടിയാണ്. രാജ്യത്തെ ജനങ്ങൾ വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികളെ ഒറ്റപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ദേശവിരുദ്ധ ശക്തികൾക്കും അരാജകത്വവാദികൾക്കും എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന BJP സർക്കാരിന്റെ നടപടികളിൽ വിറളി പൂണ്ടാണ് കോൺഗ്രസ് ഇത്തരം സമര നാടകങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ടതിന്റെ നിരാശയാണ് ഖാർഗെയുടെ വാക്കുകളിൽ പ്രകടമാകുന്നത്. രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവരെ വെച്ചു പൊറുപ്പിക്കില്ല എന്നതിന്റെ വ്യക്തമായ സന്ദേശമാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. രാജ്യത്തെ യുവജനങ്ങളെ ഏറ്റവും കൂടുതൽ വഞ്ചിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. പതിറ്റാണ്ടുകളോളം അധികാരത്തിലിരുന്നിട്ടും തൊഴിലില്ലായ്മ പരിഹരിക്കാനോ വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താനോ യാതൊരുവിധ ദീർഘവീക്ഷണമുള്ള പദ്ധതികളും നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല.
എന്നാൽ ഇന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ സ്റ്റാർട്ടപ്പുകൾ, ഡിജിറ്റൽ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികളിലൂടെ ലക്ഷക്കണക്കിന് യുവജനങ്ങൾക്കാണ് സ്വയം തൊഴിൽ അവസരങ്ങളും മികച്ച ഭാവി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സഹിക്കാനാവാതെയാണ് ചില ബാഹ്യശക്തികളുടെയും രാഷ്ട്രീയ താൽപര്യങ്ങളുടെയും പേരിൽ വിദ്യാർത്ഥികളെ തെരുവിലിറക്കി അക്രമങ്ങൾ അഴിച്ചുവിടാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത്. യുവജനങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത് ആരാണെന്ന് രാജ്യത്തെ പുതിയ തലമുറയ്ക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഖാർഗെയുടെയും കോൺഗ്രസിന്റെയും ഈ മുതലക്കണ്ണീർ നാടകങ്ങൾ തിരിച്ചറിയാൻ വിദ്യാർത്ഥി സമൂഹം ഒരിക്കലും മടിക്കുകയുമില്ല. വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാൻ കോൺഗ്രസിന് യാതൊരുവിധ ധാർമ്മിക അവകാശവുമില്ലെന്നത് മറ്റൊരവസരത്തിലും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയമായി പൂർണ്ണമായും അപ്രസക്തരായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് വാർത്തകളിൽ ഇടം നേടാൻ ഇത്തരം നാടകങ്ങൾ നടത്തിയേ തീരൂ എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിറന്നാൾ ആഘോഷിക്കില്ല എന്ന പ്രസ്താവനയിലൂടെ ദേശീയതലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റാമെന്നും സർക്കാരിനെതിരെ ജനരോഷം ഇളക്കിവിടാമെന്നുമുള്ള വ്യാമോഹമാണ് ഖാർഗെ പുലർത്തിയത്. എന്നാൽ കേരളത്തിലെയും രാജ്യത്തെയും ജനങ്ങൾ എത്രത്തോളം പക്വതയുള്ളവരാണെന്ന് ഈ തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ സംഭവങ്ങളിലും വ്യക്തമായതാണ്. ഇത്തരം വില കുറഞ്ഞ തന്ത്രങ്ങളും വികാരപരമായ പ്രസ്താവനകളും കണ്ട് വരാൻ മാത്രം മണ്ടന്മാരല്ല ഇന്നത്തെ വോട്ടർമാർ. ഇത്തരം പാർട്ടികളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും നേതൃത്വമില്ലായ്മയും മറച്ചുവെക്കാൻ ഇത്തരം വിവാദങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഇത്തരം നാടകങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ പുച്ഛത്തോടെയാണ് നോക്കിക്കാണുന്നത്. രാഷ്ട്രീയമായി പാപ്പരായതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം പ്രസ്താവനകൾ. രാജ്യത്ത് ക്രമസമാധാനം തകർക്കാനും അക്രമങ്ങൾ അഴിച്ചുവിടാനും ശ്രമിക്കുന്ന ആരെയായാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കേന്ദ്ര സർക്കാരും സുരക്ഷാ സേനകളും അതീവ ജാഗ്രതയോടെയാണ് രാജ്യത്തെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിന് നേരെ നടന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ അന്വേഷണവും നിയമ നടപടികളുമാണ് പുരോഗമിക്കുന്നത്. അക്രമികളെ പിന്തുണയ്ക്കുന്ന പ്രസ്താവനകളിലൂടെ ഖാർഗെയും കോൺഗ്രസ് നേതൃത്വവും യഥാർത്ഥത്തിൽ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരം വെല്ലുവിളികൾക്കൊന്നും ഭരണകൂടത്തെ പിന്നോട്ട് നയിക്കാൻ കഴിയില്ല. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും മുൻനിർത്തി കർശനമായ നടപടികൾ തുടരുമെന്നത് ഉറപ്പുമാണ്. അക്രമ രാഷ്ട്രീയത്തിന് രാജ്യത്തിന് ഈ സ്ഥാനമില്ല എന്നതിന്റെ വ്യക്തമായ സന്ദേശമാണ് ഈ നടപടികൾ നൽകുന്നത്. ഖാർഗെയുടെ വിലാപങ്ങളും ഭീഷണികളും സർക്കാരിന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ വിലപ്പോവില്ല. രാജ്യത്തുടനീളം കോൺഗ്രസ് പാർട്ടി ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്നു പോകുന്ന ഈ പ്രസ്ഥാനത്തിന് ഇപ്പോൾ ശേഷിക്കുന്നത് ഇത്തരം നിസ്സാരമായ സമരങ്ങളും വ്യാജ ആരോപണങ്ങളും ഒക്കെ മാത്രമാണ്. ഭാരതത്തിന്റെ വികസന മുന്നേറ്റങ്ങളെ തടയാൻ നോക്കുന്ന കോൺഗ്രസിന്റെ ഓരോ നീക്കവും ജനങ്ങൾ തിരിച്ചറിയുന്നുമുണ്ട്. ശക്തമായ നേതൃത്വവും വ്യക്തമായ വികസന അജണ്ടയുമായി മുന്നേറുന്ന BJP സർക്കാരിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പകച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. വരുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം കനത്ത പരാജയം മുന്നിൽ കാണുന്നതിന്റെ ജാള്യതയാണ് ഖാർഗെയുടെ വാക്കുകളിൽ പ്രകടമാകുന്നത്. ജനങ്ങൾ കോൺഗ്രസിനെ കൈവിട്ടു എന്നതിന്റെ തെളിവാണ് ഓരോ സംസ്ഥാനത്തു നിന്നും പുറത്തുവരുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. കോൺഗ്രസ് കാലത്തെ അഴിമതി സംസ്കാരത്തിൽ നിന്ന് പൂർണ്ണമായും മാറി അഴിമതിരഹിതവും സുതാര്യവുമായ ഭരണ സംവിധാനമാണിന്ന് രാജ്യം അനുഭവിക്കുന്നത്. ലോകവേദിയിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയർത്താൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വളർച്ചയെ സഹിക്കാൻ കഴിയാത്ത ചില നിക്ഷിപ്ത താൽപര്യക്കാരാണ് രാജ്യത്ത് നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അതിന് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും യഥാർത്ഥ മുഖം ജനങ്ങളുടെ മുന്നിൽ ഇതിനോടകം തന്നെ അഴിഞ്ഞു വീണു കഴിഞ്ഞു. രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആരെയും നിയമത്തിന്റെ വഴിക്ക് തന്നെ നേരിടാൻ സർക്കാർ സജ്ജമാണ്. ഇത്തരം താൽക്കാലിക നാടകങ്ങളിലൂടെ സർക്കാരിന്റെ വികസന മുന്നേറ്റങ്ങളെ തടയാനാവില്ലെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നത് നല്ലതാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുന്ന ഇത്തരം നാടകങ്ങൾ കൊണ്ട് രാജ്യത്ത് യാതൊരുവിധ ചലനവും ഉണ്ടാക്കാൻ കഴിയില്ല. അക്രമികളെ സംരക്ഷിക്കാനും ജന്മദിനാഘോഷത്തിന്റെ പേരിൽ സഹതാപം പിടിച്ചുപറ്റാനും നടത്തിയ ശ്രമം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരുമായി സഹകരിക്കുന്നതിന് പകരം തെരുവിൽ അക്രമം അഴിച്ചുവിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന കോൺഗ്രസിന്റെ കാപട്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വികസനത്തിന്റെ പാതയിലൂടെ കുതിക്കുന്ന ഭാരതത്തിന് മുന്നിൽ ഇത്തരം വില കുറഞ്ഞ നാടകങ്ങളുമായി ഇനി അധികകാലം പിടിച്ചു നിൽക്കാൻ കോൺഗ്രസിനാവില്ല. ജനവിധിയിലൂടെയും ശക്തമായ ഭരണത്തിലൂടെയും ഇത്തരം ദേശവിരുദ്ധ നീക്കങ്ങളെ BJP എക്കാലത്തും പ്രതിരോധിക്കുക തന്നെ ചെയ്യും. രാജ്യത്തിന്റെ പുരോഗതിക്കും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ശക്തമായ ഭരണത്തോട് രാഷ്ട്രീയമായി പൊരുതാനാവാതെ കോൺഗ്രസ് പുറത്തെടുക്കുന്ന അവസാന അടവുകളാണ് ഇത്തരം വിലാപങ്ങളും നാടകങ്ങളും. അക്രമികളെ വെള്ളപൂശാനും ജന്മദിനാഘോഷം ഉപേക്ഷിച്ചതായി കാണിച്ച് ജനങ്ങളെ കബളിപ്പിക്കാനും നോക്കുന്ന ഖാർഗെയുടെ തന്ത്രങ്ങൾ ഇവിടെയെങ്ങും വിലപ്പോവില്ല.
ദശാബ്ദങ്ങളോളം രാജ്യത്തെ ചൂഷണം ചെയ്ത കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖമെന്ന് ജനങ്ങൾക്കറിയാം. വികസനത്തിന്റെ പുതിയ ഉയരങ്ങൾ കീഴടക്കുന്ന ഇന്ത്യയുടെ മുന്നേറ്റത്തിന് മുന്നിൽ ഇത്തരം തടസ്സവാദങ്ങളുമായി ഇനി അധികകാലം പിടിച്ചു നിൽക്കാൻ കോൺഗ്രസിന് ആകില്ല. അവസാനമായി ഖാർഗെയോട് ഒന്നു മാത്രം പറയുന്നു, ജന്മദിനം ആഘോഷിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒറ്റയടിക്ക് പറഞ്ഞിട്ടങ്ങ് പോകല്ലേ. ഇനി എന്തായാലും അധികകാലം ജന്മദിനം ആഘോഷിക്കാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ ഇപ്പോൾ ആഘോഷിച്ചോളൂ. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.